കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ സതീശനേക്കാൾ യോഗ്യൻ രമേശ് ചെന്നിത്തലയെന്ന കെ സുധാകരൻ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിലേക്ക് ഇനിയില്ലെന്നും കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ വി.ഡി. സതീശനേക്കാൾ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്നും മുൻ കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി. രമേശ് ചെന്നിത്തല സീനിയർ കോൺഗ്രസ് നേതാവാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടിയിൽ ചർച്ച വന്നാൽ താൻ രമേശ് ചെന്നിത്തലയുടെ പേരായിരിക്കും പറയുകയെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കലും തന്നെ വ്യക്തിപരമായി താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചിട്ടില്ല. അതൊരു വലിയ കാര്യമാണ്. മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചാൽ പോകുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. രാജ്യത്തെ ആദ്യ ദയാമരണത്തിന് സുപ്രീം കോടതി അനുമതി നൽകിയ ഹരീഷ് റാണ വിടവാങ്ങി. ഹരീഷ് റാണയുടെ മരണം PTI റിപ്പോർട്ട് ചെയ്തു. അവസാന നിമിഷങ്ങളിൽ മാതാവിന് മാത്രമായിരുന്നു ഹരീഷിനൊപ്പം തുടരാനുള്ള അനുമതി ഉണ്ടായിരുന്നത്. മാർച്ച് 11-നാണ് സുപ്രീം കോടതി സുപ്രധാന വിധി പുറപ്പെടുവിക്കുന്നത്. 13 വർഷമായി അബോധാവസ്ഥയിൽ കഴിയുന്ന ഹരീഷ് റാണയുടെ ചികിത്സ പിൻവലിക്കാനുള്ള ഉത്തരവായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതേ തുടർന്ന് ഹരീഷ് റാണയെ എയിംസിലേക്ക് മാറ്റിയിരുന്നു. ലോകത്തിലെ ഏറ്റവും മലിനമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 6ാം സ്ഥാനത്തെന്ന് IQAir പുറത്തുവിട്ട 2025 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട്. ഉത്തർപ്രദേശിലെ ലോഡിയാണ് ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം. ഡൽഹി പട്ടികയിൽ 4ാം സ്ഥാനത്താണ്. സ്വിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായ IQAir 143 രാജ്യങ്ങളിലെ 9446 നഗരങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്താണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. സ്വത്ത് വിവരം കുറച്ചു കാണിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെയും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെയും പത്രിക പരിഗണിക്കുന്നതിൽ തർക്കം. സതീശൻ വരുമാന സ്രോതസ് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകൻ നൽകിയ പരാതിയിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ മറച്ചുവെച്ചതായി പരാതി ഉയർന്നതിനെ തുടർന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെയും പത്രിക ആദ്യം മാറ്റിവെച്ചിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം പത്രിക സ്വീകരിക്കുകയായിരുന്നു. ബംഗളൂരുവിലെ 200 കോടി രൂപയുടെ ബംഗ്ലാവ് മറച്ചുവെച്ചതായാണ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഉയർന്ന പരാതി. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തവരുടെ പട്ടികജാതി പദവി നിലനിൽക്കില്ലെന്ന് സുപ്രീം കോടതി. ഹിന്ദു, സിഖ്, ബുദ്ധമതസ്ഥർക്ക് മാത്രമാണ് പട്ടികജാതി പദവി ലഭിക്കുക. മറ്റു മതങ്ങളിലേക്ക് മാറിയാൽ സംവരണവും ആനുകൂല്യവും പട്ടികജാതി അതിക്രമം തടയൽ നിയമത്തിന്റെ പരിരക്ഷയും ലഭിക്കില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതിയുടെ പുതിയ തലവനായി മുഹമ്മദ് ബാഗർ സോൾഖാദറിനെ നിയമിച്ചു. കഴിഞ്ഞയാഴ്ച നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലി ലാരിജാനിക്ക് പകരക്കാരനായാണ് സോൾഖാദർ ചുമതലയേൽക്കുന്നത്. ഇറാൻ സർക്കാർ ഔദ്യോഗികമായി ഈ വിവരം പുറത്തുവിടുകയായിരുന്നു. അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരായ ഇറാന്റെ സൈനിക നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്നു അലി ലാരിജാനി. കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ ലാരിജാനിയും മകനും കൊല്ലപ്പെട്ടതായി സുരക്ഷാ കൗൺസിൽ സ്ഥിരീകരിച്ചിരുന്നു. സംവിധായകൻ സനോജ് മിശ്രയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി കുംഭമേളയിലൂടെ വൈറലായ പെൺകുട്ടി മൊണാലിസ. സിനിമാ സെറ്റിൽ വെച്ച സംവിധായകൻ മോശമായി പെരുമാറിയെന്നും പലതവണ ശരീരത്തിൽ കയറിപ്പിടിച്ചെന്നും മൊണാലിസ ആരോപിച്ചു. തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് വീട്ടുകാരോട് തന്നെ താൻ പറഞ്ഞിരുന്നുവെന്നും മൊണാലിസ പറഞ്ഞു. എന്നാൽ ആദ്യത്തെ സിനിമയാണല്ലോ എന്ന് പറഞ്ഞ വീട്ടുകാർ ഇതിനെ കാര്യമായി എടുത്തില്ല. അതുകൊണ്ട് ഇക്കാര്യം അന്ന് ആരോടും പറയാൻ സാധിച്ചില്ലെന്നും മൊണാലിസ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ശക്തമായ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ട്. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ചർച്ച നടത്തിയതായി വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചു. ഇസ്ലാമാബാദിൽ വെച്ച ഇരു വിഭാഗത്തിലെയും ഉന്നത പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് സൂചനകൾ. സാമൂഹിക മാധ്യമങ്ങളിലൂടെ മോഹൻലാലിന്റെ പേരുപയോഗിച്ച് തട്ടിപ്പ് നടത്തിയവരെയും അപഹസിച്ചവരെയും കേസിൽ കക്ഷി ചേർക്കാൻ ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചു. മോഹൻലാൽ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയ ലിങ്കുകൾ മാറ്റാൻ നിർദ്ദേശിക്കുമെന്നും കോടതി വ്യക്തമാക്കി. 5 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് താരത്തിന്റെ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. അനധികൃതമായി സാധനങ്ങൾ വിൽക്കുന്നതിന് ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിക്കുന്നു. ആൾമാറാട്ടത്തിലൂടെ തട്ടിപ്പ് നടത്തുന്നതിന് ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിക്കുന്നു. അനുമതിയില്ലാതെ ശബ്ദം ഉപയോഗിക്കുന്നു. വോയിസ് ക്ലോണിംഗ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് തട്ടിപ്പെന്നും ഫിലിപ്പ് കോടതിയിൽ വാദിച്ചു.
തമിഴ്നാട്ടിൽ DMK തന്നെ അധികാരത്തിൽ വരുമെന്നും DMK സഖ്യം 180 സീറ്റുമായി അധികാരം നിലനിർത്തുമെന്നും അഗ്നി ന്യൂസ് പ്രീ പോൾ സർവേ. പെരമ്പൂരിൽ മത്സരിക്കുകയാണെങ്കിൽ തമിഴക വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയ് തോൽക്കുമെന്നും രണ്ടാം സ്ഥാനത്തെത്തുമെന്നും സർവേ ഫലം പറയുന്നു. AIADMK സഖ്യം 54 സീറ്റിൽ ഒതുങ്ങും. വിജയുടെ പാർട്ടിയായ TVK തമിഴ്നാട്ടിലാകെ 9.7% വോട്ട് നേടുമെന്നും സർവേ പ്രവചിക്കുന്നു. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.